കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ എല്ലാവരുടെ കുട്ടികളും നൂഡിൽസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ മക്കൾ എല്ലാവരുടെ മക്കൾക്കും നൂഡിൽസ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? കുട്ടികൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തേന് നമ്മൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലേസ്, നൂഡിൽസ് അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രൊഡക്റ്റുകളാണ് നമ്മളെ മക്കൾ നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്, നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തന്നെ ആരോഗ്യത്തിന് നല്ല ഗുണം ചെയ്യുന്ന, ഒരിക്കലും ഒരു ദോഷം നമുക്ക് ഉണ്ടാവാത്ത ഗുഡ്യൂട്ടിൻ്റെ ഒരു നൂഡിൽസിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. മറ്റുള്ള നൂഡിൽസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാളും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈ നൂഡിൽസ്. ഈ നൂഡിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നൂഡിൽസിൽ മൈദപ്പൊടിയല്ല, മറ്റുള്ള നൂഡിൽസുകളിൽ മൈദപ്പൊടിയും അതുപോലെ തന്നെ ഒരുപാട് കെമിക്കലുകളും അടങ്ങിയിട്ടാണ് മറ്റേ നൂഡിൽസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വയറിന് ശരീരത്തിനും ആവശ്യമില്ലാത്ത മൈദയിലാണ് ആ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ മേടിച്ചുകൊണ്ടിരിക്കുന്ന നൂഡിൽസ്, ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത് മൈദയിലല്ല, ഇത് ഗോതമ്പും അതുപോലെയുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും ദോഷം ഉണ്ടാവുകയും ഇല്ല. അപ്പം നൂഡിൽസിൻ്റെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നല്ല ഒരു പ്രൊഡക്റ്റാണ് ഈ നൂഡിൽസ്. ഈ നൂഡിൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് നല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ആഹാരങ്ങൾ എന്നാൽ നമുക്ക് എന്നും തന്നെ എത്തിക്കാൻ കഴിയാത്തതും എത്തിക്കാൻ കിട്ടാത്തതും ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ അത് ഒറ്റയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു നൂഡിൽസാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. RCMൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രൊഡക്റ്റിൻ്റെ എത്രത്തോളം ഗുണമുണ്ട്, എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ ധൈര്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗുഡ്യൂട്ട് നൂഡിൽസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 7 വയസ്സ് മുതൽ അതുപോലെ തന്നെ അതിൻ്റെ മേൽക്കും പ്രായമായവർക്കും ഒക്കെ ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം ഒരു പാക്കറ്റ് മാത്രമേ ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം എത്ര ആയാലും ഓരോ പ്രോട്ടീനുകളും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഒരു പ്രൊഡക്റ്റ്, നമ്മളൊരു ബദാമല്ലേ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പല്ലേ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാരിക്കോരി ഒരു മക്കൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. അതിനൊക്കെ ഓരോ അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ നൂഡിൽസിലും ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കൾക്ക് പാകത്തിന് ഉള്ള രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ നൂഡിൽസ് കൊടുക്കേണ്ടത് ഡെയിലി ഒരു പാക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഡെയിലി വാങ്ങിച്ച് കൊടുക്കണം എന്നല്ല പറയുന്നത്. വാങ്ങിക്കുകയാണെങ്കിൽ നൂഡിൽസ് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് നൂഡിൽസ് വേണ്ടി വരും, ചിലർക്ക് ഹോർലിക്സ് തന്നെ വേണ്ടി വരും, ചിലർക്ക് ബൂസ്റ്റ് റെഡിയാക്കി വെക്കേണ്ടി വരും. അങ്ങനെ ഓരോരുത്തർക്കും ഒരാളെങ്കിൽ പൊരിക്കടി ഉണ്ടാക്കി വെക്കേണ്ടി വരും. അങ്ങനെ അതിൽ പെട്ട കുട്ടികളിൽ നൂഡിൽസിനോട് ഇൻട്രസ്റ്റ് ഉള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് 13.6% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. ഈ പ്രോട്ടീൻ കൊണ്ട് നമുക്ക് എന്തെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പകർച്ചവ്യാധി രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പിടിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും ഒരു ചുമയോ ജലദോഷമൊക്കെ ഉള്ള ആളുകൾ നമ്മളെ അടുത്ത് വന്ന് കുറച്ച് നേരം അവരുള്ള ഒരു സദസ്സിൽ നമ്മൾ ഇരുന്നാൽ തന്നെ മതിയാവും, നമുക്കത് പെട്ടെന്ന് പകരും. ഈ പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആവശ്യത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ മസിലിന് നല്ല സ്ട്രെങ്ത്ത്, നല്ല ബോഡി, നല്ല ഒരു ഇതുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആരോഗ്യം ഉണ്ടാവും. നമുക്ക് രോഗം പരക്കാത്ത പോലെ തന്നെ എല്ലാത്തിനും നമ്മൾ നല്ല ഉന്മേഷം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതാണ് ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ അല്ലേ നമുക്ക് ഭയങ്കര ക്ഷീണം, ടയേർഡ്, തലവേദന, എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മൾ ഓരോ ഇതുകൊണ്ടോ. അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഭക്ഷണത്തിൻ്റെ കുറവുണ്ട്. നമ്മളൊരു വീട്ടിൽ ഒരു മീൻ കറി ഉണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടാവും, അത്രയൊക്കെ ഒരു മീൻ പൊരിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതന്നെ നമ്മളെ വീട്ടിൽ കണ്ടിന്യൂ ആയിട്ട് വീണ്ടും വരുന്നത്. ഈ ഒരു മഞ്ഞൾ, മുളക്, മല്ലി എന്നുള്ള ആ ഒരു മസാല, ആ ഒരു സിസ്റ്റം മാത്രമാണ് നമ്മൾ എന്നും കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ കെമിക്കലുകൾ അടങ്ങി നമുക്ക് എന്താണ് ഈ ഒരു ചിക്കൻ മസാല ആണെങ്കിലും അതല്ല ഒരു ഫിഷ് മസാല ആണെങ്കിലും ഒരു മീറ്റ് മസാല ആണെങ്കിലും അതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് അവർ ചേർക്കുന്നത് പാക്കിംഗ് ആയി വരുമ്പോൾ എന്നുള്ളത് നമുക്ക് അറിയുന്നത് പോലും ഇല്ലാത്ത ഓരോ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ അതിൽ എഴുതിയ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും അത് കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ പല കെമിക്കലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും.
അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ RCMൻ്റെ ഈ ഒരു നൂഡിൽസ് കേട്ടോ. ഈ നൂഡിൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ പ്രീ പൊട്ടാനിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇതിലുണ്ട്. പ്രീ പൊട്ടാനിയൻസ് അതെന്ന് വെച്ചാൽ പട്ടാണിപ്പാറയിൽ നിന്നാണ് എടുക്കുന്നത്. ഈ നൂഡിൽസിൽ അടങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓട്സ്, സോയ, ഗോതമ്പ് ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ മസാലകൾ നമ്മൾ എല്ലാ നൂഡിൽസുകളിലും നമുക്ക് മസാലകൾ ഉണ്ടാവും. അപ്പോൾ ഇതിലുള്ള മസാലകൾ എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞു തരാം. ചോളം, ഉള്ളി, മല്ലി, കൂണിനെ പറ്റിയൊക്കെ ഒരുപാടില്ലേ. കൂണൊന്നും നമുക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് കൂണുകളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾ വീട്ടിലിരുന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കൂണ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ കൂണുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ഘടകങ്ങളും ഇതിൽ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് കഴിച്ചാൽ തന്നെ വരുന്നുണ്ട്. കൂന് ഹരിതകമില്ലാത്ത ഒരു സസ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. ഹരിതകമില്ലാത്തൊരു സസ്യമാണ് കൂന്. അത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു ഇതാണ് കൂണ്. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫുഡ് ഐറ്റംസും കൂടിയാണ് കൂണ്. പെരുംജീരകം, ഉലുവ, കുരുമുളക്, ഇഞ്ചി, ഗ്രാമ്പൂ, ജീരകം, ഏലക്ക, വെളുത്തുള്ളി, ഉലുവ, ജാതിക്ക ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് തവിടെണ്ണയാണ്. തവിടെണ്ണനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം തവിടെണ്ണൻ്റെ ഒരു വീഡിയോസ് ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. അരിയിൽ നിന്നെടുക്കുന്ന എണ്ണയാണ് തവിടെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നൂഡിൽസിനെ കുറിച്ചുള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.